നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർക്ക് ഒരു തകർപ്പൻ മത്സരമായിരുന്നു ഇന്നലെ ISLൽ കാണാൻ സാധിച്ചതും. ഇന്നലെ 11-ഉം 12-ാം സ്ഥാനത്തും പോയിൻ്റ് ടേബിളിൽ കിടക്കുന്ന രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടിയത്. ജംഷഡ്പൂർ FCയും അതേപോലെ തന്നെ ഹൈദരാബാദ് FCയുമായിരുന്നു മത്സരത്തിൽ ഇന്നലെ ഇറങ്ങിയത്. ആ മത്സരത്തിൽ ഹൈദരാബാദ് FC ഇന്നലെയെങ്കിലും ഒരു വിജയം കരസ്ഥമാക്കുമെന്ന് തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ അത് വീണ്ടും തിരുത്തിയിരിക്കുകയാണ്. ഒരു വമ്പൻ തോൽവി തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഹൈദരാബാദ് FCക്ക് നേരിടേണ്ടി വന്നതും. എന്തായാലും എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ FC ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കിയത്. ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ ഹൈദരാബാദ് FC ടീമുകളുടെ താരങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ജംഷഡ്പൂർ FCക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മത്സരത്തിൻ്റെ ആദ്യ 2 മിനിറ്റിൽ തന്നെ ഗോൾ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡാനിയൽ ചീമയായിരുന്നു ആദ്യ ഗോൾ നേടിക്കൊടുത്തതും. അതിനുശേഷം 20-ാം മിനിറ്റിലും ഡാനിയൽ ചീമയുടെ രണ്ടാമത്തെ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഗോൾ നോക്കുകയാണെങ്കിൽ സൈമൻ ലെൻഡൂങ്കൽ എന്ന് പറയുന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വകയും ഒരു ഗോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 74-ാം മിനിറ്റിൽ ഹൈദരാബാദ് FCയുടെ ഒരു ഓൺ ഗോളിലൂടെ ജോനതൻ മോയ വീണ്ടും ജംഷഡ്പൂർ FCക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു. അതിനുശേഷം ഡാനിയൽ ചീമയുടെ ഹാട്രിക് ഗോളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 79-ാം മിനിറ്റിലായിരുന്നു ഡാനിയൽ ചീമയുടെ ഹാട്രിക് ഗോളും നമുക്ക് കാണാൻ സാധിച്ചത്. തകർപ്പൻ പ്രകടനമാണ് ജംഷഡ്പൂർ FCക്ക് വേണ്ടി ഡാനിയൽ ചീമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താരത്തിൻ്റെ ഒരു ബൈസൈക്കിൾ കിക്കും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അറിയേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ച് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ 2 റൂമർ നമ്മൾ കേട്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരങ്ങളെ ഒന്നുമല്ല സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് ഇപ്പോൾ ഒരു പ്രതീക്ഷയും കൂടാതെ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ്. മികച്ചൊരു താരം തന്നെ വരുമെന്ന് കാത്തിരിക്കാം. വീഡിയോ ഇവിടെ ചേർത്തും കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.